APFC പാനലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ പാനൽ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് പവർ ഫാക്ടർ മിനിമം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞിരിക്കുന്നത് 0.95 ആണ്. 0.95 താഴെയാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്രയും പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ മോട്ടോർ ലോഡുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ പാനലുകളാണ് യൂസ് ചെയ്യുന്നത്. APFC പാനലുകളാണ് അങ്ങനെ സിസ്റ്റം പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സ്കീം ഒരെണ്ണം വരച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ APFCയുടെ ടോപ്പിക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു സ്കീം ഇൻസ്പെക്ടറിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോയിങ്ങിലെ ഒരു സ്കീമാണ് ഇവിടെ കാണുന്നത്. ഇത് ചെറിയൊരു ഇതാണ്, 75 kVAR ആണ്. സപ്ലൈ മെയിൻ കേബിൾ വരുന്നത് MSB എന്നാണ്, മെയിൻ സ്വിച്ച് ബോഡിയിൽ നിന്നാണ്. 3.5 കോർ 150 സ്ക്വയർ mm AYFI അലുമിനിയം കേബിളാണ്. 9 മീറ്റർ ലെങ്ത് ആണ് വരുന്നത് MSB എന്ന് ഈ APFC പാനലിലേക്ക് വരുന്നത്. അപ്പോൾ 75 kVAR ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 150 സ്ക്വയർ mm 3.5 കോർ കേബിളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് ഈ കാണുന്നതാണ് APFC റിലേ എന്ന് പറയുന്നത്. സ്കീമിലെ APFC റിലേ ഈ കാണിച്ചിരിക്കുന്നതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ APFC റിലേ ഈ പാനലിൽ വരുന്നത് ഈ കാണുന്നതാണ് APFC റിലേ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇതിനൊരു RYB ഇൻഡിക്കേഷൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻകമർ ഒരു MCCB ആണ്. 200 ആംസിൻ്റെ 25 kA ഷോർട്ട് സർക്യൂട്ട് കണ്ടുകാരിങ് കപ്പാസിറ്റി ഉള്ള ട്രിപ്പിൾ പോൾ ന്യൂട്രൽ മൗണ്ടഡ് കേസ് സർക്യൂട്ട് ബ്രേക്കറാണ് ഈ APFC പാനലിൻ്റെ ഇൻകമർ എന്ന് പറയുന്നത്.